അച്ഛാ ഒന്നും ആ സമയായി. അച്ഛനും മോളൂടെ എങ്ങോട്ടാ രാവിലെ? അങ്ങനെ എനിക്കൊരു PSC എക്സാം ഉണ്ട്. PSC പരീക്ഷയ്ക്കോ? നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലയോ മനുഷ്യരെ? കേരളത്തിൽ മൊത്തം പിൻവാതിൽ നിയമനം അല്ലയോ? അവരുടെ പാർട്ടിക്കാർക്കും അവരുടെ ബന്ധുക്കാർക്കും മാത്രമേ ഉള്ളൂ ഇതൊക്കെ. വല്ല കാര്യമുണ്ടോ ഇതിനൊക്കെ നടന്നിട്ട്? വേറെ ജോലി നോക്കി പോമോളെ, അച്ഛനുമായിട്ട് പോവാതെ. ഇതിനൊന്നും മറുപടി പറയാനേ എനിക്കിപ്പൊ സമയമില്ല മോളെ. പരീക്ഷ തുടങ്ങാൻ സമയമായി. വാ, ഏതെങ്കിലും നല്ല വഴിക്ക് ഇറങ്ങാൻ നേരത്ത് കേരളം തൊട്ട് ഇറങ്ങന്മാര് കയറി വരും. അപ്പോയിന്റ്മെന്റ് ഓർഡറെല്ലാം എടുത്തേ? സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തേ? എല്ലാം സാറ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നെടുത്ത് കാണിക്കണം കേട്ടോ. നാളിലെ ഞാനും എന്റെ മോളോട് പരീക്ഷ എഴുതാൻ PSC പരീക്ഷ എഴുതാൻ എന്റെ മോള് പോയപ്പോഴേ നീ എന്താ പറഞ്ഞ? പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല, പിൻവാതിൽ നിയമനമാണ്, രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുമെന്നൊക്കെ അല്ലയോ പറഞ്ഞത്? എന്റെ മോക്കാട്ടെ ഇന്ന് ജോലി കിട്ടി, ഞങ്ങൾ ജോയിൻ ചെയ്യാൻ പോവുക. പിന്നെ 2016 മുതലേ 2023 വരെ കേരളത്തിൽ ആകെ നടന്നത് 2 ലക്ഷം നിയമനങ്ങളാണ്. ഇന്ത്യയിൽ നടന്ന ആകെ നിയമനത്തിന്റെ 46% നടന്നതും ഈ കേരളത്തിലാണ്. ഈ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കാതെ നീ ഭാവി തലമുറയെ ഇങ്ങനെ വഞ്ചിക്കരുത്. ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയും, പിള്ളേർ പോയി പരീക്ഷ എഴുതത്തില്ല, ജോലിയും കിട്ടത്തില്ല. ഇവനൊക്കെ വല്ലത്തിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കും.